ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എങ്ങനെയാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി പറയും എന്താണ് ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാം ചെയ്യുക, എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി ഷാർപ്പിനകത്തുള്ള ഫോർ ലൂപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ആയിരുന്നു നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഇനി നമുക്കൊരു ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കതും ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പിലേക്കൊന്ന് വന്ന് നോക്കാം. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് ഒരു ഫോർ ലൂപ്പിനകത്ത് വേണമെങ്കിൽ മറ്റൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ കഴിയും. അതായത് ഇൻസൈഡ് ലൂപ്പായിട്ട് നമുക്കൊരു ലൂപ്പും കൂടെ കൊണ്ടുവരാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ള വലിയൊരു ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഔട്ടർ ലൂപ്പ് വൺ ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇന്നർ ലൂപ്പ് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 5 ടൈംസ് ആണ് ഉള്ളത് എങ്കിൽ അത്രയും തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഔട്ടർ ലൂപ്പ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ഇല്ലേ അത് ചെയ്യുള്ളൂ. അപ്പോൾ അതായത് ഓരോ വട്ടം ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അതിനകത്തുള്ള ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് അടിച്ച് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഔട്ടർ ലൂപ്പും ഒരു ഇന്നർ ലൂപ്പും ഉണ്ട്. അത് 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി നടക്കുന്ന എന്താണ്, ഇന്നർ ലൂപ്പ് 3 പ്രാവശ്യം ഓരോ വട്ടം ഔട്ടർ ലൂപ്പ് ഈച്ച് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും 3 പ്രാവശ്യം വീതം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ടോട്ടൽ 9 ടൈംസ് അവിടെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 3 × 3 9 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഔട്ടർ ലൂപ്പ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യുക, അപ്പോൾ അതിനകത്തുള്ള ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 3 ടൈംസ് ആണെങ്കിൽ അങ്ങനെ ഓക്കെ, നമുക്ക് 3 ടൈംസ് വെച്ചല്ലേ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ 3 ടൈംസ് ആണെങ്കിൽ ആ 3 ടൈംസും അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെയും 3 ടൈംസ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും, പിന്നെ ഔട്ടർ ലൂപ്പിലേക്ക് പോകും, പിന്നെയും 3 ടൈംസ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അങ്ങനെ ഔട്ടർ ലൂപ്പ് 3 പ്രാവശ്യം വരും, ഇന്നർ ലൂപ്പ് 3 വട്ടം 3 പ്രാവശ്യവും വരും. ഇനി നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിലേക്കൊന്ന് വന്ന് നോക്കാം. ആദ്യം തന്നെ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, ഫോർ എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ്, മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്തതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറയാത്തത് കേട്ടോ. അപ്പോൾ എന്താണ് മെയിൻ മെത്തേഡിനകത്ത് ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനകത്ത് കാണാം 2 ലൂപ്പ് ഇതിനകത്തുണ്ട്, 2 ഫോർ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഫോർ ഐൻ്റെതാണ്, പിന്നെ ഒരു ഫോർ ലൂപ്പ് ജേൻ്റെതാണ്. അതായത് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾ ഫസ്റ്റ് ഔട്ടർ ലൂപ്പിനകത്ത് ഐ ആണ് വേരിയബിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഇന്നർ ലൂപ്പിനകത്ത് ജെ ആണ് വേരിയബിളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇനി ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ഔട്ടർ ലൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ നടന്നത്, ഫോർ ഇൻറ്റ് ഐ = 1 നമ്മൾ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു ആദ്യം തന്നെ. പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് ഐന് 1 ആണല്ലോ നമ്മൾ കൊടുത്തത്, ആ 1 എന്ന് പറയുന്നത് 3നേക്കാൾ ചെറിയ നമ്പറാണോ ഓർ ഈക്വൽ ആണോ? ഓഫ് കോഴ്സ് 3യേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പം നമ്മൾ ഇന്നർ ലൂപ്പിലേക്ക് കയറുകയാണ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ ഫോർ ലൂപ്പിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് ചെയ്യുക, അവിടെ നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടോ കണ്ടോ? കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ ആദ്യം ചെയ്യും. ഇനീഷ്യലൈസേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുക. കണ്ടീഷന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക, എന്നിട്ടേ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം പോകുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മറ്റൊരു ഫോർ ലൂപ്പാണ്. അതാണ് ഈ ജെ എന്ന് പറഞ്ഞ ഫോർ ലൂപ്പ്. അവിടെയും എന്താണ്, ഫോർ ഇൻറ്റ് ജെ = 1 എന്ന് പറഞ്ഞ് നമ്മൾ ജെ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, പിന്നെ ജെയും 3യും തമ്മിലൊന്ന് കമ്പയർ ചെയ്തു. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞാൽ 3യേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോയി. ഓക്കെ, അങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. കൺസോൾ റൈറ്റ് ലൈൻ ഐ ജെ, അതായത് ഐയും ജെയും അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഐ എന്ത് വരും, 1 വരും, ജെ എന്നുള്ളതും 1 വരും. പിന്നെ എങ്ങോട്ട് നമ്മൾ പോവുക, തിരിച്ച് റിട്ടേൺ ആയിട്ട് പോകുന്നത് J++ലേക്കാണ്. നമ്മൾ പറഞ്ഞ ഇന്നർ ലൂപ്പാണല്ലോ പിന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുക.
അപ്പോൾ ജെ പ്ലസ് പ്ലസ് ആകുമ്പോൾ 2 ആയി മാറി. ആ 2 3യേക്കാൾ ചെറുതാണോ? ഓഫ് കോഴ്സ്. അപ്പോൾ വീണ്ടും ഐയും ജെയും റിസൾട്ട് കൊടുത്തു. ഐൻ്റെ അവിടെ 1ഉം ജെൻ്റെ അവിടെ 2 ആയിരിക്കും. പിന്നെയും ജെ പ്ലസ് പ്ലസിലേക്കാണ് പോവുക. അപ്പോൾ ജെ പ്ലസ് പ്ലസ് എന്തായി? 3 ആയി. 3യേക്കാൾ ഈക്വലാണ്. അപ്പോൾ അതും എക്സിക്യൂട്ടായി 1 3 എന്ന് വരും. പിന്നെ ഒന്നും കൂടി ജെ പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ എന്തായി? അത് 4 ആയി. ആ 4 3യേക്കാൾ ചെറുതാണോ? അല്ല. ഈക്വലാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? എക്സിറ്റ് അടിക്കും. അതായത് ഇന്നർ ഫോർ ലൂപ്പിൽ നിന്ന് മാത്രമേ എക്സിറ്റ് അടി നടക്കുന്നുള്ളൂ. വീണ്ടും പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളുടെ ഔട്ടർ ലൂപ്പിനകത്തേക്കാണ് പോകുന്നത്. അവിടെ എന്താണ്? ഐ ഉണ്ട്. ഐ പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ ഐ എന്തായി? 2 ആയി മാറി. അപ്പോൾ 2 3യേക്കാൾ ചെറുതാണോ? ഓഫ് കോഴ്സ്. വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് പോയിട്ട് റിപ്പീറ്റ് അടിക്കും. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിങ്, ജെൻ്റെ പ്രോസസ്സിങ് നടക്കും. വീണ്ടും അതിനൊക്കെ ശേഷം എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും ഐ പ്ലസ് പ്ലസിലേക്ക് പോകും. 3 ആവും. എന്നിട്ട് വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് പോയി സെയിം പ്രോസസ്സ് എക്സിക്യൂഷൻ നടക്കും. വീണ്ടും ഐ പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ 4 ആവും. സോ അവിടെ എക്സിറ്റ് അടിക്കും. കാരണം 4 3യേക്കാൾ ചെറുതാണ്. അതേപോലെ തന്നെ 4 3യേക്കാൾ വലുതാണ്. അപ്പോൾ അതിന് എക്സിറ്റ് അടിച്ച് പോരും. അങ്ങനെയാണ് ഇതിനകത്തുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഫസ്റ്റ് എങ്ങനെയാണ് വന്നത്? 1ഉം 1ഉം ആണ് വന്നത്. പിന്നെ 1 2 വന്നു, 1 3 വന്നു. കാരണം ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ 1 വരാൻ കാരണം എന്താണ്? അത് ഫസ്റ്റ് ഔട്ടർ ലൂപ്പാണ് ഐൻ്റെ. അതിനകത്ത് ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ടാണ് 1 1 1 വന്നത്. പക്ഷേ ജെക്കകത്ത് ഐട്രേഷൻ നടന്നു. അതുകൊണ്ട് 1 2 3 ആണ് ഡിഫറെൻറ്റ് വാല്യൂസ് വന്നു. പിന്നെ ഇന്നർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഔട്ടർ ലൂപ്പ് ചെയ്തതാണ് ഈ 2 2 2 എന്ന് പറയുന്നത്. അവിടെയും പിന്നെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ജെൻ്റെ ലൂപ്പ് എക്സിക്യൂട്ടായി. പിന്നെ എന്താണ്? പിന്നെ 3 3 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലുള്ള ഔട്ടർ ലൂപ്പിൻ്റെ എക്സിക്യൂഷനാണ്. അവിടെയും 1 2 3 എന്ന് പറഞ്ഞ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. പിന്നീട് എക്സിറ്റ് അടിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ നെസ്റ്റഡ് ഫോർ ലൂപ്പിനകത്ത് കോൺസെപ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമുക്ക് വലിയ വലിയ പ്രോഗ്രാംസ് പഠിക്കേണ്ട അതിനകത്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ലോജിക്ക് നടക്കുന്നതെന്ന് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നെസ്റ്റഡ് ഫോർ ലൂപ്പിനകത്ത് പറയാനുള്ളത്. എന്താണ്? ഒരു ഫോർ ലൂപ്പിനകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഓരോ ടൈംസും ഔട്ടർ ലൂപ്പ് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്താൽ അതിനകത്ത് ഇന്നർ ലൂപ്പ് ഫുൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി എക്സിക്യൂഷൻസൊക്കെ ഇറ്ററേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഔട്ടറിലേക്കൊക്കെ വരും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻഫിനൈറ്റ് ഫോർ ലൂപ്പ് പറയാണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ചെയ്യാം. കാരണം എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോഴേക്ക് കുറേ വരികയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലീഷൻ കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഈ C# ഫോർ ലൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു. പിന്നെ അത് ഏതൊക്കെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ സിൻറ്റാക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റേ ഇൻഫിനൈറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.